നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് NTA പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. NTA വർഷാവർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അനീതിയെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിൽ എത്ര പേരാണ് ഈ ആൻസർ കീ ചലഞ്ചിന് ചലഞ്ച് ചെയ്യുന്നത്? ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, നമ്മൾ ആൻസർ കീ ചലഞ്ച് വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ലാന്ന്. കാരണം നേരത്തെ 1000 രൂപയായിരുന്നു ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട്, പക്ഷേ ഇന്നത് 200 രൂപയാണ്. എന്തുകൊണ്ട് 200 രൂപയാക്കി? 1000 രൂപ പെർ ഹെഡിൽ നിന്ന് ഈടാക്കുന്നതിൽ കൂടുതൽ ആളുകൾ 200 രൂപ പെർ ഹെഡ് ആകുമ്പോഴത്തേക്കിനും ആളുകൾ കൂടുതൽ ചോദ്യങ്ങൾ ചലഞ്ച് ചെയ്യും. എന്നാൽ ആരാണ് ചോദ്യം ചലഞ്ച് ചെയ്തത്? ഒന്നിൽ കൂടുതൽ ആളുകൾ ഒരു ചോദ്യം ചലഞ്ച് ചെയ്യുന്നുണ്ടോ? ഇതിനെപ്പറ്റിയുള്ള ഒരു എന്തുമില്ല, റെക്കോർഡുമില്ല. അതായത് ഇംഗ്ലീഷ് പരീക്ഷ എഴുതിയ എത്ര പേർ വേണമെങ്കിലും എത്ര ചോദ്യങ്ങൾ വേണമെങ്കിലും ചലഞ്ച് ചെയ്യാം. NTA നെറ്റ് പരീക്ഷയെ ഒരു റവന്യൂ സോഴ്സ് മാത്രമായിട്ട് കാണുന്നു എന്നുള്ളൊരു ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു ചോദ്യം ചലഞ്ച് ചെയ്യാൻ 200 രൂപയും ഇത് മുൻപ് ചലഞ്ച് ചെയ്താണോ എന്ന് അറിയാൻ പോലും പറ്റാത്തൊരവസ്ഥയും നമ്മളുടെ മുമ്പിലുണ്ട്. അതുമാത്രമല്ല, ചലഞ്ച് ചെയ്യപ്പെടുന്ന ചോദ്യത്തിനെ എന്തുകൊണ്ട് ചലഞ്ച് ചെയ്യുന്നു എന്നുള്ളൊരു വാലിഡ് ഡോക്യുമെൻറ്റേഷൻ കൂടെ നമ്മൾ നൽകണം. ആൻഡ് വാട്ട് ഈസ് മെൻഷൻഡ് ഹിയർ, എന്തുകൊണ്ട് ഈ ചലഞ്ചുകൾ പ്രശ്നമാകുന്നു? പല അവസരങ്ങളിലും റൈറ്റായിട്ടുള്ള ചലഞ്ചുകൾ പോലും NTA ഡ്രോപ്പ് ചെയ്യുന്നു. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചലഞ്ചിന് ഇത്രയും വാല്യൂ വരുമ്പോൾ, ഇത്രയും ചോദ്യങ്ങൾക്ക് തെറ്റ് വരുമ്പോൾ, നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ആൻസേഴ്സിനെ പറ്റി നമുക്കൊരു വാലിഡ് ആയിട്ടുള്ളൊരു കൺക്ലൂഷനിലേക്ക് വരാൻ സാധിക്കുന്നത്? ഈ വീഡിയോ ഈ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ ആസ്പിരൻറ്റും പണം അടച്ച് ഏകദേശം 1000 രൂപ അടച്ച് ഉറക്കമുളച്ച് നമുക്ക് റിക്വസ്റ്റ് ചെയ്ത ലൊക്കേഷനിൽ നമുക്ക് എക്സാം സെൻറ്റർ ലഭിക്കാതെ യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വർഷം 2 തവണ വെച്ച് ഈ പരീക്ഷ എഴുതുന്നത് NTAയുടെ അനാസ്ഥ മൂലം മാർക്ക് നഷ്ടപ്പെട്ട് നെറ്റും JRF നഷ്ടപ്പെടാൻ വേണ്ടിയിട്ടല്ല. സോ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അൺടിൽ ഇറ്റ് റീച്ചസ് ദ റൈറ്റ് പീപ്പിൾ. NTAക്ക് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ കീ ചലഞ്ച് പ്ലാറ്റ്ഫോം വേണം. അതിൽ ഒരാൾ ചലഞ്ച് ചെയ്ത കാര്യം മറ്റൊരാൾക്ക് അറിയാൻ സാധിക്കണം. വെറുതെ ഒന്നിൽ കൂടുതൽ ആളുകൾ ചലഞ്ച് ചെയ്ത് അതിൻ്റെ ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് പോലും അത് റിജക്റ്റ് ചെയ്യപ്പെടുന്നു. എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു, എന്തുകൊണ്ട് ശരിയായി എന്നുള്ളതിനെ ബന്ധപ്പെടുത്തി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ആൻസർ എക്സ്പ്ലനേഷൻ ഡോക്യുമെൻറ്റും NTA പുറത്തുവിടണം. നമ്മൾ പല ചാനലുകളിലും പല എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ക്വസ്റ്റ്യൻസും മെറ്റീരിയൽ പോലും ഇല്ലാത്ത ചോദ്യങ്ങൾക്ക് എങ്ങനെ നമുക്കൊരു ബാക്കിങ് ലഭിക്കുന്നതായിരിക്കും? ഇത് ഒരു മെറ്റീരിയലായിട്ട് മാറുക മാത്രമല്ല, NTA പുറത്തുവിടുന്ന ഫൈനൽ ആൻസർ കീക്ക് ക്രെഡിബിലിറ്റിയും കൊണ്ടുവരും. യാതൊരുവിധ ക്രെഡിബിലിറ്റിയും ഇല്ലാത്തൊരു ഫൈനൽ ആൻസർ കീയെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ അക്കാഡമിക് ലെവൽ നിർണ്ണയിക്കപ്പെടുക എന്ന് പറയുന്നത് ഇസ് വെരി പ്രോബ്ലമാറ്റിക് ഇറ്റ് സെൽഫ്. സോ ഐ ആം കോളിംഗ് everyone who is out there who is writing NET exam to share this video and make sure it reaches the right audience and proper action is taken to make this change. We are making a mass petition to have a formal rules and regulations set for or a change to be made in the section of answer key analysis. And to know more about the petition that we are going to file, please do join our free group that is mentioned in the comment box or our description box. We have to make a change for this. കാരണം നമുക്ക് ഒരിക്കലും ഒരു വാലിഡ് ആയിട്ടുള്ള റീസൺ കൊണ്ട് ക്വസ്റ്റ്യൻസ് ഡ്രോപ്പായി, എത്ര ക്വസ്റ്റ്യൻ ഡ്രോപ്പായി, എന്തുകൊണ്ട് ഡ്രോപ്പായി എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കില്ല. ചിലപ്പോൾ 2 മാർക്ക് മതി, ചിലപ്പോൾ ഇല്ലീഗലി ഡ്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യപ്പെടാത്ത ഒരു ചോദ്യം കൊണ്ടായിരിക്കാം പല ആളുകൾക്കും നെറ്റ് നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ JRF നഷ്ടപ്പെടുന്നത്. This is time NTA started answering our questions. Share this video maximum. And if this is your first time seeing Competitive Cracker, you can subscribe to us to get the prompt content based on NET and our NET preparation.